ഇപ്പോഴും ഹലോജിനാണോ? നോ. കാർഗോ പാൻസിനേക്കാളും ക്യാപ്പിനേക്കാളും എഫക്റ്റീവ് ഇതാണ്. ഓ, പിന്നെ ആ എസിന്റെ അർത്ഥം എന്താ? സൂപ്പർമാൻ. ഓക്കെ, അപ്പോൾ സൂപ്പർമാൻ എന്താണ് കാര്യം? എനിക്ക് നിങ്ങളുടെ ഹെൽപ്പ് വേണം. നിന്റെ സ്കില്ലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഫ്ലൈ ബോയ്, ഒരു ട്രെയിൻ എഞ്ചിന്റെ അത്രയും കരുത്തുണ്ടോ നിനക്ക്? സാധാരണ അതിലും കൂടുതലുണ്ട്. അങ്ങനെയുള്ള നിന്നെ സഹായിക്കാൻ എനിക്കെങ്ങനെ സാധിക്കും? എനിക്ക് എത്രയും വേഗം സ്പേസിലെത്തണം. അതത്ര എളുപ്പമുള്ള പ്ലാനല്ല. സൂര്യൻ നിനക്ക് പവർ സോഴ്സ് പോലെയാണല്ലേ. അതിൻ്റെ അടുത്തേക്ക് പോവാൻ നിനക്ക് സഹായം വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിന്റെ പവർ നഷ്ടപ്പെട്ടു എന്നാണ്. ഇൻട്രസ്റ്റിംഗ്. നീ ന്യൂസൊക്കെ കാണുന്നുണ്ടാവുമല്ലോ. ആ ജീവി, ആ പാരസൈറ്റ് എന്റെ സുഹൃത്തിനെ കൊന്നു. ഇപ്പോൾ എല്ലാവരും അപകടത്തിലാണ്. എനിക്കിതിനെ തടയാനും പറ്റുന്നില്ല. പ്രത്യേകിച്ച് ഈ അവസ്ഥയിൽ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. നിനക്കെന്നെ സഹായിക്കാൻ പറ്റുമോ? തീർച്ചയായും പറ്റും. പക്ഷേ നിനക്കെത്ര വേണം? പണമോ? എൻ്റെ കയ്യിൽ ആവശ്യത്തിന് പണമുണ്ട്. എനിക്ക് വേണ്ടത് അതല്ല. സഹായിക്കുന്നത് എൻ്റെ പരോള് കിട്ടാൻ നല്ലതാണ്. പക്ഷേ ഈ അകത്ത് കിടന്ന് എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റില്ല. എനിക്ക് പുറത്തിറങ്ങണം. അതൊരിക്കലും നടക്കില്ല ലോതാരു. ശാന്തനാക്കൂ. എനിക്കൊരു ഡേ പാസ് സംഘടിപ്പിക്കാൻ പറ്റും. ഡേ പാസോ? അങ്ങനെ ഒന്നില്ല. ബെറ്റ് വെക്കണോ? കേലി, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൂ. മമ്മി, എന്റെ ഷൂ കാണുന്നില്ല. കേളി, എന്താ പറ്റിയത്? വീട്ടിൽ തിരിച്ചെത്തുന്നത് എപ്പോഴും സന്തോഷമുള്ള കാര്യമാണ്. നിങ്ങൾ ഇവിടെയാണോ കഴിയുന്നത്? ഏറെ കുറെ. അപ്പോൾ ഈ പാരസൈറ്റ് നിന്റെ ശക്തി വലിച്ചെടുക്കുന്നു അല്ലേ? ഇപ്പോൾ നീയും ഞങ്ങളെപ്പോലെ വെറുമൊരു സാധാരണക്കാരനായി. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഏകദേശം അങ്ങനെ തന്നെ. എന്റെ കഴിവുകൾ പൂർണ്ണമായും പോയിട്ടില്ല. പക്ഷേ വളരെ ദുർബലമായിരിക്കുന്നു. ചിലതൊക്കെ തീരെ ഇല്ലാത്ത അവസ്ഥയിലാണ്. സാവധാനമേ പറ്റുമെങ്കിലും നിനക്ക് ആ പഴയ ശക്തികൾ തിരിച്ചു കിട്ടും. അതിനുള്ള സമയമില്ല. എനിക്കൊരു ജെം സ്റ്റാർട്ട് വേണം. നിനക്കെന്നെ ഓർബിറ്റിലേക്ക് അയക്കാൻ പറ്റുമോ ഇല്ലയോ? ഞാൻ നിന്നെ ഓർബിറ്റിലേക്ക് വിടില്ല. എന്തുകൊണ്ട്? കാരണം നീയൊരു പൊട്ടാറായ എഗ്ഗ് പോലെയാണ്. സ്പേസിലെ കഠിനമായ അവസ്ഥകളെ നേരിടാൻ നീ തയ്യാറായിട്ടില്ല. നിനക്കതിനുള്ള പ്രാക്ടീസുമില്ല. നിന്റെ സീക്രട്ട് ഐഡന്റിറ്റി ആസ്ട്രോനോട്ടിൻ്റെ അല്ലല്ലോ. എനിക്കറിയാം. എന്തായാലും വിഷമിക്കണ്ട. എൻ്റെ കയ്യിലൊരു പ്ലാനുണ്ട്. ഇത് സ്റ്റാർ ലാബിൽ നിന്നുള്ളതല്ലേ? നിനക്കെങ്ങനെ കിട്ടി? യെസ്, അവിടെയാണ് നിന്റെ പ്രശ്നം. ആ തൂപ്പുകാരൻ ആ ഗ്രനേഡ് ഓർഗാനിക് ENP ആയിരുന്നു. സമ്പർക്കത്തിൽ വരുന്ന എല്ലാ ഊർജത്തെയും രൂപകൽപ്പന ചെയ്ത ഒന്ന്. അത് ആ തൂപ്പുകാരൻ്റെ DNA ചേർന്ന് അവനെ ഒരു തരം എനർജി വാമ്പയറാക്കി മാറ്റി. അവനെല്ലാം വലിച്ചെടുക്കുന്നു. അങ്ങനെയുള്ള ഒന്നിനെ എങ്ങനെ നേരിടുക? ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, അവനെല്ലാം വലിച്ചെടുക്കുമെന്ന്. ഒരു കമ്പനി വിലയ്ക്ക് വാങ്ങുന്നത് പോലെയാണത്. ലാഭം കിട്ടുമ്പോൾ കൂടെ അതിൻ്റെ കടബാധ്യതകളും കിട്ടും. ഇത് കൃത്യമായി ഉപയോഗിച്ചാൽ നമുക്ക് അവനെ തോൽപ്പിക്കാം. അപ്പോൾ എന്താണ് സൂപ്പർമാൻ്റെ വീക്ക്നെസ്? എനിക്കറിയില്ല. എനിക്ക് അങ്ങനെയൊന്നുള്ളതായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ നിന്നോടല്ല ചോദിച്ചത്. ലോബു ജയിലിനുള്ളിലാണെങ്കിലും സിറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിരീക്ഷിക്കാറുണ്ട്. നീ പിടിച്ച് സ്റ്റാർ ലാബ്സിലെ സെല്ലിലിട്ട ഈ ഷാർമിയൻ മോചിതനായപ്പോൾ താങ്ക്സ് ഫോർ ദാറ്റ്. എൻ്റെ ആളുകൾക്ക് ഈ ബൗണ്ടി ഹണ്ടറെ കണ്ടുപിടിക്കാനും ഒരു കരാറിൽ ഏർപ്പെടാനും വലിയ പ്രയാസമുണ്ടായില്ല. കരാറോ? ഞാൻ ആ കമ്പനി വിലയ്ക്ക് വാങ്ങിയെന്ന് പറയാം. ലോബോ ഇപ്പോൾ എൻ്റെ ലക്കി ചാമാണ്, അല്ലെങ്കിൽ വീക്ക്നെസ്. അത് കാലം തെളിയിക്കും.
ക്രിപ്റ്റോണിന്റെ അവശിഷ്ടങ്ങളിൽ നിന്നുണ്ടാക്കിയ ആ റിങ് എങ്ങനെയെന്നറിയില്ല, പക്ഷേ അതിനെ തളർത്തി കളഞ്ഞു. ഒരുപാട്. ആ മോതിരമാണോ ഈ സൂപ്പർ പവറുള്ള പാരസൈറ്റിനെതിരെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്? മനുഷ്യർക്ക് വളരെ നിസ്സാരമെന്ന് തോന്നുന്ന ഒരു ചെറിയ വസ്തുവിൽ ഇത്രയും റേഡിയേഷൻ ഉണ്ടാവുക എന്നത് മാജിക്കാണ്. പക്ഷേ നിന്റെ പവേഴ്സ് വലിച്ചെടുത്ത ആ ജീവിക്ക് നേരെ ഇത് പ്രയോഗിച്ചാൽ നമ്മൾ വിജയിക്കും. നമുക്ക് അവൻ്റെ ശ്രദ്ധ ഒന്ന് തിരിക്കണം എന്ന് മാത്രം.